ഭയപ്പെടണ്ട. ആക്രമിക്കാൻ വന്നതല്ല. ഇംഗ്ലീഷുകാരൻ ഇന്ത്യ വിട്ടതോടെ ഇതൊക്കെ ഉപയോഗശൂന്യമായില്ലേ? പിന്നെ ഇപ്പൊ ഇതിന്റെ ആവശ്യമുണ്ടോ? വീട്ടിൽ ഇരുന്ന ഇതെല്ലാം തുരുമ്പൂടി ചീത്തയായി. ഇവിടെ ആവുമ്പം വല്ലവനും തൂത്തുടച്ച് വൃത്തിയാക്കി വെക്കുമല്ലോ. വർഗീസ് ഇവിടെ വരൂ. ഇത് ഇവിടെ ഫിക്സ് ചെയ്യണം. അടിയിൽ വലിയ അക്ഷരത്തിൽ ഡൊണേറ്റഡ് ബൈ സർദാർ കൃഷ്ണക്കുറുപ്പ് എന്നെഴുതി വെക്കണം. നിൽക്കൂ. നൂറ്റിക്കണക്കിന് സായിപ്പന്മാരുടെ തലകൾ അരിഞ്ഞു വീഴ്ത്തിയ എന്റെ ഖഡ്ഗമേ, നിന്നോട് വിട. ജനറൽ സെക്രട്ടറി ക്ലബിന്റെ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ ദയവ് ചെയ്ത് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. സത്യസന്ധമായ വരവ് ചെലവ് കണക്കുകളാണെങ്കിൽ പ്രശ്നം ഉണ്ടാകാനിടയില്ലല്ലോ. എന്തായാലും നമുക്ക് സമാധാനപരമായി കൈകാര്യം ചെയ്യാവുന്നതേ ഉള്ളൂ. എന്തൊരു സമാധാനം! ആ കാട്ടുകള്ളനെ സെക്രട്ടറി ആക്കരുതെന്ന് ഞാൻ 1000 തവണ പറഞ്ഞാണ്. കേട്ടില്ല, അനുഭവിച്ചോ? കാട്ടുകെട്ട് അവൻ ഈ ക്ലബ്ബ് പെരുവഴിയിലാക്കും. ഈ ക്ലബിനെ സംബന്ധിച്ചിടത്തോളം താങ്കളും കോമക്കുറുപ്പും തുല്യ പ്രാധാന്യമുള്ളവരാണ്. ഒരു ഞെട്ടിൽ വിടുന്ന 2 പൂക്കൾ. അവൻ പൂവല്ല, കാളകൂട വിഷമാണ്. മക്കത്തായ നിലവിലിരിക്കുന്ന ഈ കാലത്ത് അവൻ എന്റെ അച്ഛന്റെ, അതായത് അവന്റെ അമ്മാവന്റെ സ്വത്തുക്കൾ അടിച്ചെടുത്തവനാ. എന്നിട്ടിപ്പോ ബാക്കിയൂടെ പിടുങ്ങാൻ കേസും. കള്ളബടുവ. വാള. നിങ്ങളൊക്കെ ആ കോമാളിക്കുറിപ്പിന് വളം വെച്ചു കൊടുത്തു. ഞാൻ പറയുന്നു, അവനൊരു സാമൂഹ്യ ദുരന്തമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണെന്ന്. നമ്മുടെ ഈ നേതാജി ക്ലബിന്റെ സെക്രട്ടറി എന്ന നിലയിൽ സ്തുതിർഹമാം വിധം 1 വർഷം ഞാനിന്ന് പിന്നിടുകയാണ്. സ്തുത്യർഹമാണോ കുംഭകോണമാണോ എന്ന് കണക്ക് നോക്കുമ്പോഴറിയാം അല്ലേ? ചില മാന്യന്മാർ മുൻപൂടെ സെക്രട്ടറി ആയിരുന്നപ്പോൾ നമ്മൾ കുറെ അനുഭവിച്ചതാണ്. നേതാജി ക്ലബ്ബ് തകരും എന്ന ഘട്ടം വന്നപ്പോൾ നിങ്ങൾ എല്ലാവരും കൂടി എന്നെ സെക്രട്ടറി ആക്കി. നേതാജി ക്ലബ്ബ് ഇതാ പുരോഗതിയിലെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. കുതിക്കുമ്പോ മൂക്കൂത്തി വീഴാതിരുന്നാ മതി. ഇത് കണക്കുകളാണ്, സത്യസന്ധമായ വരവ് ചെലവ് കണക്കുകൾ. നമ്മൾ പണി കഴിപ്പിച്ച മനോഹരമായ ഗസ്റ്റ് ഹൗസിന്റെ കണക്കുകളുടെ ആദ്യം നമുക്കൊന്ന് കണ്ണോടിക്കാം. ആദ്യം സിമന്റ് കുംഭകോണം. അത് കുറുപ്പ് സാറേ, സെക്രട്ടറി കണക്ക് പറയട്ടെ പ്ലീസ്. സിമന്റ് വളരെ വില പിടിച്ചൊരു വസ്തുവാണെന്ന് നിങ്ങൾക്ക് ഏവർക്കും അറിയാമല്ലോ. ഗസ്റ്റ് ഹൗസിന്റെ പണി നടക്കുന്ന കാലത്ത് സിമന്റ് എങ്ങും കിട്ടാത്തൊരവസ്ഥയായിരുന്നു. അത് ഞങ്ങൾ ആരും അറിഞ്ഞില്ല. പിന്നെ എന്റെ എല്ലാ സ്വാധീനവും ഉപയോഗിച്ചാണ് ഞാൻ ഇങ്ങനെയെങ്കിലും ഈ സിമന്റ് ഒപ്പിച്ചെടുത്തത്. 1000 ചാക്ക് സിമന്റിന് വെറും തുച്ഛമായ 1,40,000 രൂപയെ കൊടുത്തിട്ടുള്ളൂ. അത് ലാഭമാണ്. എത്ര പറയുമ്പോ കേൾക്കണം. പറഞ്ഞപ്പോ കേട്ടു. 1000 ചാക്ക് സിമന്റിന് 1,40,000 രൂപ പോലും. അപ്പൊ ഒരു ചാക്കിന് എത്ര? കണക്ക് കൂട്ടി നോക്കണം. കൂട്ടി നോക്കണം. തനി കൂട്ടിയാലെന്താ? ഞാൻ പറഞ്ഞിടാ സാറേ, ഒരു ചാക്കിന് 140 രൂപ. ഒരു ചാക്ക് സിമന്റിന് 140 രൂപ. ക്ഷാമകാലമാണെന്ന് ഓർക്കണം. സുഹൃത്തുക്കളെ, ക്ഷമിക്കണം. ഇത് കൊള്ളയാണ്, തട്ടിപ്പാണ്, പകൽ കൊള്ളയാണ്. Dear members, I am secretary of this Netaji Club. Any member shouting is a very, very nonsense. You know, cement is a very costly material. Cement not at all costly. In India, lot of cement factories there. Where? There. Shankar Cement, AC Cement, BC Cement, INGC Cement, CIGC Cement, Tata Cement, Birla Cement, Dharalam Cement everywhere. This 140 rupees for 1 chunk of cement is cheating. He is cheating. Kallai. My dear members, you might receive CO. I know like it. Insult. You're an idiot. I'm not an idiot. Stupid. Me shut up. Shut up. I call you, so kill you. ഇല്ലടാ. ഓ ജൂലെ. നീ പോടാ ജൂലെ. നീ എവിടുന്ന് വന്നടാ? നീ എവിടുന്ന് വന്നടാ? നീ എന്ത് ചെയ്യും? അറിയാവനെ. എന്തോ മേശന ഇത്? വണ്ടി തിരുവനന്തപുരത്ത് നിൽക്കണമെങ്കിൽ എറണാകുളത്ത് ബ്രേക്ക് കിട്ടണമല്ലോ. ക്ഷണിച്ചാലും മതി. കൊണ്ട് പോണോ? ആ
വിഴുങ്ങുവാനാ? അകത്തിരുന്ന് പയറ് പോലെ ഏത്തക്കാ വിഴുങ്ങുക. ഇന്നലത്തെ സംഭവം കേട്ടപ്പോ ഞാൻ വിചാരിച്ച ആള് കാഞ്ഞു പോയി കാണുമെന്ന്. ഈ കൃഷ്ണക്കുറുപ്പിന്റെ ഇടയ്ക്ക് ഒരു വെയിറ്റും ഇല്ലേ? ഇന്നലെ രാത്രി മുഴുവൻ ഇരുന്ന് ഗോമൂത്രം കുടിക്കുകയായിരുന്നു. പണ്ട് ആരാണ്ടോ പറഞ്ഞു കൊടുത്ത ആയുർവേദമാണ്. ഇപ്പൊ ഒരു കുഴപ്പമില്ല. എന്താ ഡോക്ടർ ഒരു വഴി? അല്ല, അയാളുടെ ഹാർട്ട് എങ്ങനെയുണ്ട്? ഹാർട്ട് അല്പം വീക്ക. നല്ല ഒരു ഷാക്ക് കൊടുത്താൽ ചിലപ്പോ തട്ടി കിട്ടും. ഈ ഷോക്ക് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഷോക്കാണോ? അല്ലടോ, ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത, അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന ഒരു ആക്സിഡന്റ്. ഇതൊക്കെ പരീക്ഷിക്കാവുന്നതേ ഉള്ളൂ. അത് ശരി, ഞാനും ശ്രമിച്ചു നോക്കാം. അല്ല, ഈ കത്തൊന്ന് പോസ്റ്റ് ചെയ്യണം, ഞാൻ മറന്നുപോയി. ശ്രീ കോമക്കുറുപ്പ്. അതെന്താ, തനിക്ക് നേരിട്ട് കൊടുത്താൽ പോരെ? അതിന് വേറെ വകുപ്പുണ്ട്. ഡോക്ടർ ഈ കത്ത് പോസ്റ്റ് ചെയ്താൽ മതി, ഞാനൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കട്ടെ. എന്താ 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 അത് എന്റെ അനുജൻ, അവൻ ചത്തുപോകുന്നു ഞാൻ വിചാരിച്ചു സാർ. എടോ, ഈ കണക്കില് തന്റെ അനിയ യഥാർത്ഥ ചത്തുപോയ തനി ഈ ലോകം നശിപ്പിക്കില്ല. ഞാൻ അവനെ അത്ര കണ്ട് സ്നേഹിച്ചു പോയി സാർ. അവനെ കുറിച്ച് ആലോചിച്ചോണ്ട് വന്നപ്പോ ഞാൻ ഈ പരിസരം മറന്നുപോയി സാർ. ക്ഷമിക്കണം. കുറുപ്പ് സാധനം വല്ലതും പറ്റിയോ? ഒന്നും പറ്റില്ല. എടോ, എന്റെ ആർച്ച് വീക്കാൻ തനിക്കറിയില്ലേ? അതാ ചോദിച്ചത്, ഹാർട്ടിനൊന്നും പറ്റിയില്ലെന്ന്. ഇനിയെങ്കിലും താൻ പരിസരം മറക്കരുത്. എന്തായാലും നിലവിളി കേട്ടു. അത് ഞങ്ങൾ രണ്ടുപേരും കൂടാ കൂട്ടാ നിലവിളി എന്ന് പറയും. കഷ്ടം തന്നെ. സാറിന്റെ എന്റെ ലൈഫ് എന്റെ താഴെ നാശായി. ലൈഫ് ആൻഡ് ഡെത്ത്. അതെന്താ മോളെ സാധനം? എന്റെ അൾട്രാ മോഡേൺ പെയിന്റിംഗ് ശബ്ദം കേട്ടപ്പോ കോൺസെൻട്രേഷൻ പോയി. ഇത്തവണ 1ാം സമ്മാനം വാങ്ങിക്കാനുള്ളതാ. ലൈഫ് ആൻഡ് ഡെത്ത്. മോളെ, നീ സമ്മാനം വാങ്ങുന്നതിന് മുൻപ് എന്റെ ലൈഫ് ഇവിടെ ഡെത്തായേനെ. രണ്ടാളും കൂടി ഒച്ച വെച്ച് എന്റെ കോൺസെൻട്രേഷൻ കളയരുത്, പറഞ്ഞേക്കാം. ഇറങ്ങണ വലയില് ഇറങ്ങാൻ. താനൊക്കെ കോത്താടുന്ന വരുവാണോ? മനുഷ്യരെ കൊല്ലാൻ നടക്കുക. ഇതാണ് അമേരിക്കൻ സ്റ്റൈൽ. ഇങ്ങനെ ഓടിക്കുന്നതിന്റെ ഒക്കെ പല്ലടിച്ചേരിപ്പിക്കലാണ് ഇവിടുത്തെ സ്റ്റൈൽ. സോറി. അതെ, ഒരു 30 ലിറ്റർ പെട്രോൾ അടിച്ചേ. പെട്രോൾ അടിക്കും. സാറിന് എവിടുന്ന് കിട്ടി ഈ സാധനത്തിന്? ദേഷ്യപ്പെടാതെ പെട്രോൾ അടിക്കണം. ഇവനെയൊക്കെ കൊണ്ട് നടന്നാലേ ആളും കാണൂല, വണ്ടിയും കാണൂല. പ്ലീസ്. സാറ് പറഞ്ഞുകൊണ്ട് ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു. അവന്റെ ഒരു അമേരിക്കൻ സ്റ്റൈൽ. പിന്നെ മകൻ പുറപ്പെട്ടിട്ടുണ്ട്. അതെ, അമേരിക്കക്കാരൻ തന്നെ. പക്ഷേ വേഷം മാറിയ വരുന്നത് ഡ്രൈവറായിട്ട്. യഥാർത്ഥ ഡ്രൈവർ അമേരിക്കൻ വേഷത്തിലായിരിക്കും. പ്രത്യേകം ശ്രദ്ധിച്ചേക്കണേ. അത് പെൺകുട്ടിയുടെ സ്വഭാവം ദൂരെ നിന്ന് പഠിക്കാനാ വേഷം മാറി വരുന്നത്. അത് ഞങ്ങൾ നോക്കിക്കോളാം. ഏതായാലും വിളിച്ചു പറഞ്ഞ നന്നായി. ആ, അങ്ങനെ വരുമ്പോ പറയാം. ഓക്കെ. ആ ലോറിക്ക് സൈഡ് കൊടുത്തേക്കണം. സാർ, ലോറി താൻ മിണ്ടായിരിക്കണോ? എന്നെ ഓവർടേക്ക് ചെയ്യാൻ ഒരുത്തരെയും ഞാൻ സമ്മതിക്കില്ല. അമേരിക്കയിൽ ഞാൻ സമ്മതിച്ചിട്ടില്ല. വണ്ടി കൊടുക്കടാ അങ്ങോട്ട്. അവന്റെ ഓടിക്കലിൽ നിന്ന് ഞാൻ നിർത്തും. ഏത് എരപ്പാടിയാണ് നിന്നെ വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ചത്? ഇറങ്ങാ വെളിയില്, ഇറങ്ങാമില്ല വെളിയില്. സാറേ, ചേട്ടാ പ്രശ്നം ഉണ്ടാക്കരുത്. കഷ്ടകാലത്തിന് എന്റെ ഡ്രൈവർ ഡ്രൈവിംഗ് പഠിച്ചത് അമേരിക്കന്നാ. അവിടെ സൈഡ് കൊടുക്കത്തില്ലെന്ന്. കാലുമടക്കി ഒരു ചവിട്ട് കൊടുത്താലേ ഏത് അമേരിക്കക്കാരനും സൈഡ് വരും. ചവിട്ട് ഞാൻ കെടുത്തോളാം. ആശാൻ പ്രശ്നം ഉണ്ടാക്കരുത് പ്ലീസ്. സാറിനെ പോലുള്ള മാന്യന്മാര് ഇതുപോലുള്ള അലവലാളികളും കൊണ്ട് നടക്കരുത്. എന്ത് ചെയ്യാനാ, കഞ്ഞിയും വെള്ളവും കുടിച്ച് ജീവിച്ചോട്ടെ കരുതിയാ. സാറ് പറഞ്ഞുകൊണ്ട് നിന്നെ ഞാൻ വെറുതെ വിടും. താൻ എന്നെ ഇൻസൾട്ട് ചെയ്തു. അതെ, സാറിന്റെ തടി കേടാവാതിരിക്കാൻ എന്റെ ശരീരത്തെ തൊട്ടിരുന്നെങ്കിൽ അവന്റെ കഥ ഞാൻ കഴിച്ചാലേ.
ക്ഷമിക്കണം, എനിക്ക് അറിഞ്ഞൂടായിരുന്നു. ഇനി ഈ നാടകങ്ങളിൽ പറ്റില്ല. അത് നടപ്പില്ല. ഞാൻ തന്നെ അമേരിക്കക്കാരൻ, നീ തന്നെ ഡ്രൈവർ. പാന്റ് ഷർട്ടോ കഴിച്ച് മാറ്റി. ഈ റോഡിൽ നിന്ന് ഒന്നും പറയണ്ട. അട്ടയെ പിടിച്ച് മെത്തേ കിടത്തി കാറിന് പിന്നിച്ചിട്ട് ശരിയാവില്ല. പാന്റ് ഷർട്ടോ കഴിച്ച് മാറ്റി വണ്ടി എടുക്കടാ. അല്ല, അങ്ങനെ വണ്ടി എടുക്കടാ. ഷർട്ട് ഇന്നലെ പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ എത്താൻ സമയമായല്ലോ തങ്കം. പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് പതുക്കെയായിരിക്കും വരവ്. ആ ചെറുക്കൻ ഡ്രൈവറുടെ വേഷത്തിലാ വരുന്നതെന്ന് നീ ശോഭയോട് പറഞ്ഞോ? അതിനവള് കോളേജിൽ നിന്ന് വന്നിട്ട് വേണ്ടേ? ഓ എന്റെ ഈശ്വരാ, എങ്ങനെയെങ്കിലും അമേരിക്കൻ പയ്യനെ എന്റെ മോളെ ഒന്ന് ഇഷ്ടപ്പെട്ടാ മതിയായിരുന്നു. ആ കോമക്കുറുപ്പിന്റെ മുമ്പിൽ എനിക്കൊന്ന് ഞെളിഞ്ഞു അവന്റെ മോള് ചിത്രം വരച്ച് വേൾഡ് അവാർഡ് വാങ്ങിക്കാൻ പോകുന്നെന്ന് വീമ്പിളക്ക. വേൾഡ് അവാർഡ് കുറെ പുളിക്കും. കറക്റ്റ് കറക്റ്റ്. ഈ കല്യാണം നടക്കണം. ആ കോമക്കുറുപ്പ് കുത്തുപാളം എടുക്കണം. എന്റെ ഈ രണ്ടാഗ്രഹങ്ങളും നീ സാധിച്ചു തരണേ ഗുരുവായൂരപ്പാ. സ്വാഗതം സ്വാഗതം. വന്നാട്ടെ. യാത്രയൊക്കെ സുഖമായിരുന്നു? ഐ എം എം.എ. ധവാൻ. പ്ലീസ് ടു മീറ്റ് യു. ഓക്കെ ഓക്കെ. ഡ്രൈവർ, എന്റെ ലഗേജ് ഒക്കെ കുഞ്ഞെടുക്കണ്ട. അതിന്റെ അത് കുഞ്ഞല്ല, എന്റെ ഡ്രൈവറാണ് അവൻ. അത് ഞങ്ങൾക്കറിയാം. പക്ഷെ ലഗേജ് ഒക്കെ ഇവിടുത്തെ ജോലിക്കാരെ കൊണ്ട് ഞാൻ എടുപ്പിച്ചോളാം. വന്നാട്ടെ. നിങ്ങൾ വരൂ. വാ കുട്ടാ. അകത്ത് വാ കുഞ്ഞ്. അവൻ പുറത്തു നിന്നാ മതി. സ്റ്റേഷനിൽ ഡ്രൈവറെ ആരും അകത്ത് കയറ്റാറില്ല. നീ പുറത്തു ഞങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല. നീ വരൂ കുഞ്ഞെ, വരൂ. പ്ലീസ്. ഐ എം സോറി ആന്റി. അവൻ പുറത്തു പോട്ടെ. പുറത്തു. ആരെങ്കിലും ഒന്ന് തീർത്ത് പറയണം. ഞാൻ നിക്കണോ പോണോ? പോണം. ഞങ്ങളൊരു സോഷ്യലിസം സപ്പോർട്ട് ചെയ്യുന്ന ഫാമിലിയാണ്. മുതലാളിയും തൊഴിലാളിയും ഒരേ തീൻമേശയിലിരുന്ന് ഭക്ഷണം കഴിക്കണം. ഒരേ കിടക്കയിൽ തന്നെ കിടന്നുറങ്ങണം. ഞാനൊരു ക്യാപിറ്റലിസ്റ്റ് കൺട്രിയിൽ വളർന്നു വന്നവനാണ്. മുതലാളി മാളികയിലും തൊഴിലാളി മുറ്റത്തും. ഞങ്ങളും താമസിയാതെ അങ്ങനെ ആക്കും. മുതലാളി അകത്തും തൊഴിലാളി പുറത്തും. നിന്നോടാ പുറത്തു പോകാൻ പറഞ്ഞത്. കുഞ്ഞെ ഇരി. Wow. വന്നിരിക്കുന്ന കോലം കണ്ടില്ലേ? കോളേജിൽ എന്താ മണ്ണുവെട്ടലാണോട് ജോലി? ഈ വേഷത്തിൽ അവൻ കണ്ട അപ്പ വേണ്ടെന്ന് പറയും. ആര് കണ്ടാൽ നിന്റെ നായരും ഓടി. വേഗം പോയി കുളിച്ചു വൃത്തിയാവ്. Hi, baby. My name is Dhawan, M.A. Dhawan from States. Namaskar. How do you do? ഫൈൻ, താങ്ക് യു. എന്തോന്നാ ഇത്? അമേരിക്ക എന്ന് പറഞ്ഞ് എന്ത് തോന്നിയാസവും കാണിക്കാം. What happened? ഒരുത്തെ അണ്ടർവെയർ ഇട്ടോണ്ട് മുമ്പ് വന്നിരിക്കും. നീയെ കൂടെ വായുമ്പളം നോയിക്കൊണ്ടിരിക്കുന്നു. കേറി പോടിയാത്ത. Uncle, ഇത് അണ്ടർവെയർ അല്ല, ഹാഫ് പാൻസ് ആണ്. ഇവിടെ കിടക്കുന്ന ഡൂക്കിലീസ് ആയ നിങ്ങൾക്കൊന്നും ഇതുപോലുള്ള ഗ്രൂവിയായ കോസ്റ്റ്യൂംസ് കണ്ടാൽ അറിയില്ല. ഇതുപോലെ ഒരെണ്ണം ഞാൻ ഇട്ടിട്ടുണ്ട്. Yeah. അതിന്റെ മേളിലായി മുണ്ടുടുത്തിരിക്കുന്നു. മുണ്ടില്ലേ പറ, ഒരെണ്ണം ഞാൻ തരാം. പക്ഷെ ഉടുതുണി ഉടുക്കാതെ ഇവിടെ നടക്കാന്ന് വിചാരിച്ചാ ഈ കുറുപ്പിന്റെ ഗുണം മാറും. നിന്റെ അമേരിക്കൻ കളി കുറെ കൂടുന്നുണ്ട്. അങ്കിൾ ഒരു പഴഞ്ചനായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. എനിവേ, പെണ്ണിനെ എനിക്ക് ഇഷ്ടപ്പെട്ടു, പെൺകുട്ടിയെ. ഇനി ഒന്ന് സ്റ്റഡി ചെയ്യണം. എന്റെ സ്റ്റൈലൊന്നും അവൾക്ക് പറഞ്ഞ് മനസ്സിലായി. നിന്റെ സ്റ്റൈല് അവക്കറിയാം. ഡ്രൈവിംഗ് അല്ലേ? മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം. കുറച്ച് ദിവസം കൂടെ കഴിയട്ടെ. Well,